Hi friends, എല്ലാവർക്കും കണസ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കക്ക കൊണ്ട് റോസ്റ്റ് ആണ്. ഇവിടെ നമുക്ക് ഷെല്ലൊക്കെ കളഞ്ഞിട്ടുള്ള നല്ല അടിപൊളി കക്കയാണ് കിട്ടിയിട്ടുള്ളത്. നമുക്ക് ഇതിൻ്റെ അവശിഷ്ടം എടുത്ത് കളയാം. ഇനി ഇതിനെ ഒന്നുകൂടി നല്ല രീതിയിൽ വാഷ് ചെയ്തെടുക്കലാണ് അടുത്ത പരിപാടി. അങ്ങനെ നമ്മുടെ ഈ കക്കയിലേക്ക് നമുക്ക് ഒരു ലേശം മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പ് എന്നിവ ചേർത്ത് നല്ല രീതിയിൽ മിക്സ് ചെയ്യാം. ഇതിലേക്ക് നമുക്കൊരു അരക്കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഗ്യാസ് കത്തിച്ചിട്ട് നമുക്ക് കക്ക വേവിക്കാൻ വയ്ക്കാം. ഇനി വെള്ളമൊക്കെ വറ്റി നല്ല രീതിയിൽ കക്ക ഡ്രൈ ആയിട്ട് വരണം. അതുവരെ നമ്മളിങ്ങനെ ഇളക്കി കൊണ്ട് കൊടുക്കുക. മച്ചമരം നമ്മുടെ കക്ക നല്ല രീതിയിൽ ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് കത്തിച്ച് ചട്ടി ചൂടാക്കാൻ വയ്ക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. തിളച്ച വെളിച്ചെണ്ണയിലേക്ക് നന്നായി ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള നമ്മുടെ സവാള ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുക്കാവുന്നതാണ്. വറ്റൽമുളക് കീറിയിട്ട് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. മുളക് പൊടി ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക. ശരിയ തേങ്ങ ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇതിലേക്ക് നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള നമ്മുടെ കക്കയിറച്ചി ഇട്ട് കൊടുക്കാവുന്നതാണ്. കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഉപ്പ് നമ്മൾ ഓൾറെഡി കക്കയിൽ ചേർത്തിട്ടുണ്ട്. എന്നാലും വേണമെങ്കിൽ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് ഗരം മസാല ചേർത്ത് കൊടുക്കാം. നല്ല രീതിയിൽ ജലാംശം പോയിട്ട് നന്നായി ഡ്രൈ ആയിട്ടിരിക്കണം. ശേഷം എനിക്ക് കറിവേപ്പില ഇട്ടെടുത്ത് ഗാർണിഷ് ചെയ്ത് കഴിച്ചു നോക്കാം. അപ്പോൾ കൂട്ടുകാരെ, നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പുതിയ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ വീണ്ടും കാണും വരെ വണക്കം.